വണക്കം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാ നടനായിട്ടുള്ള മമ്മൂട്ടിയും മലയാളത്തിൻ്റെ മുഴുവൻ നടനായിട്ടുള്ള മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു വച്ചിരിക്കുന്ന പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയത്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ രണ്ട് തൂണുകളാണ്, പില്ലറുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. സത്യവുമാണ്. ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഒരു ഓളം, ഒരു തരംഗമൊക്കെ നമ്മുടെ മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളക്കരയിൽ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഇടയിൽ ഒക്കെ ഉണ്ടാകേണ്ടതാണ്. ഒരു പുല്ലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ സിനിമ ഇറങ്ങി എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഇറങ്ങാനുള്ള ഡേറ്റ് പോലും എന്നെപ്പോലെ ഒരാൾ അറിയുന്നത് ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ്. അത് ചിലപ്പോൾ എൻ്റെ ന്യൂനതയായിരിക്കാം, ഞാൻ ആ കുറ്റം എന്നിൽ തന്നെ ചാർത്തുന്നു. പക്ഷേ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയെ പറ്റിക്കിടക്കുന്ന എനിക്ക് പോലും ഇതിൻ്റെ ഡേറ്റ് ഇറങ്ങുന്നത് ഇപ്പോഴാണ് എന്നറിയുന്നത് തലേ ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ഓളം അതാണല്ലോ ഇപ്പം നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഓളം എങ്ങനെയായിരിക്കുമെന്ന് നോക്കും. പക്ഷേ ഇവിടെയുള്ള ഫാൻസുകാർ പറയുന്നത് ഭയങ്കര ഓളമായിരുന്നു ഈ സിനിമയ്ക്ക് എന്നാണ്. യവന്മാരെ തലയ്ക്കായിരിക്കും ഓളം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയറക്ടർ ഈ സിനിമ ഒരു ഉറക്ക ഗുളിയായിട്ടാണോ എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സിനിമ കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു റിവ്യൂവുമല്ല. ഞാൻ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പാട്രിയോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദിച്ചു. 2-3 മോഹൻലാൽ ഫാൻസിനോട് വിളിച്ച് ചോദിച്ചു, മമ്മൂട്ടി ഫാൻസിനോട് വിളിച്ച് ചോദിച്ചു, അപ്പടം എങ്ങനെയുണ്ട് എന്ന് ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവന്മാരുടെ ഭാഗത്ത് നിന്നും കിട്ടിയ ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതെന്നെ ഹഠാത് ആകർഷിച്ചു എന്ന് മാത്രമല്ല ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു കൊള്ളാമോ കൊള്ളില്ലേ, ഒറ്റ വാക്കിൽ ഉത്തരം പറ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം ഇവന്മാർ പറയുന്നത് കൊള്ളാമോ കൊള്ളില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ഇറ്റ്സ് എ ക്രിയേറ്റീവ് എക്സലൻസ് എന്ന് പറയും. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, കൊള്ളാമോ കൊള്ളില്ലേ, ഇറ്റ്സ് എ എസ്തെറ്റിക് റെസണൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, കൊള്ളാമോ കൊള്ളില്ല, മാഗ്നം ഓപ്പസ് ഓഫ് ദ മലയാളം ഇൻഡസ്ട്രി. ഇനിയും ചോദിക്കും കൊള്ളാമോ കൊള്ളൂല, ഇറ്റ്സ് എ ക്ലാസിക് എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് ഉമ്മാർ പറയുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി കൊള്ളാമോ കൊള്ളൂലേന്നു. എന്ത് തന്നെയായിരുന്നാലും പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസാണ്, നെഗറ്റീവ് കമൻസാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സിനിമയിൽ മോഹൻലാലിനെ ഉപയോഗിച്ചു എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ അശ്വന്ത് ഗോക്കൊക്കെ കഴിഞ്ഞ ദിവസം പച്ച പള്ളി വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് മോഹൻലാലിനെ വച്ചുകൊണ്ട് നമ്മുടെ ഹിറ്റാഷിക്ക് ഒരു 100 കോടി ക്ലബ്ബ്, ഇതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് ഇവർ കണക്ക് കൂട്ടിയിരുന്നത്. ഈ ഭീഷ്മപർവമൊക്കെ 100 കോടി ക്ലബ്ബിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തേങ്ങയാണ്, 80 കോടി ക്ലബ്ബിലാണ് ഭീഷ്മപർവം കയറിയിരിക്കുന്നത് എന്നാണ് മോഹൻലാൽ ഫാൻസ് പറയുന്നത്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ട് താനും. പിന്നെ മമ്മൂട്ടിയുടെ മധുരരാജ, പിന്നെ മായാബസാറ്, പിന്നെ അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പടങ്ങളെല്ലാം 100 കോടി ക്ലബ്ബിൽ കയറി എന്നാണ് ഇവർ പറയുന്നത്, മാമാങ്ക ഉൾപ്പെടെ. അതിൻ്റെയൊക്കെ ഒരു രേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറിച്ച കേക്കിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇതാണ് അവരുടെ രേഖ എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ഹിറ്റാഷിക്ക് ഇപ്പോഴും 100 കോടി ക്ലബ്ബിൽ ഇടം നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യസന സമേതം ആ ഫാൻസ് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. മോഹൻലാലിനെ ഒരു കാലില്ലാത്ത ഒരാളായിട്ട് അവതരിപ്പിച്ച് മമ്മൂട്ടിയെ കയറ്റിവിടാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർക്കത് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മോഹൻലാൽ ഫാൻസ് സോഷ്യൽ മീഡിയയിലും തിയേറ്ററിലും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ്. അത് മോഹൻലാലിനെ അല്ല, ഈ സിനിമയുടെ ഡയറക്ടറിനെയും ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനെയാണ് തെറിവിളിക്കുന്നത് എന്നുള്ളതാണ്. ഫഹദ് ഫാസിൽ സിനിമയ്ക്കകത്ത് തേരാപ്പാര കടന്ന് ഓടുന്നെന്നാണ് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമ്മൾ ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, 150 കോടി രൂപ മുടക്കിയാണ് ഇത് വന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് ഇവർ കൊടുത്തിരിക്കുന്ന പ്രമോഷൻ ഇതൊക്കെ ഞാൻ ഇന്നാണൊന്ന് എടുത്ത് നോക്കുന്നത്. ഈശ്വര, ഇങ്ങനൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടായിരുന്ന. മറ്റേ ജോർജ് സാറിനെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ, പിന്നെ മറ്റിടത്ത് ഇൻ്റർവ്യൂ, മറിച്ചിടത്ത് ഇൻ്റർവ്യൂ, ഫേസ്ബുക്ക് ലൈവ്, ഇതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, അത് എൻ്റെ ന്യൂനതയാണ്, ഞാനിത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ രജനീകാന്തും കമലഹാസനൊക്കെ വരുന്ന മറ്റേ ആ സിനിമയുണ്ടല്ലോ, നെൽസൻ്റെ പുതിയ പടം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ ഉള്ള വാർത്തകൾ. രജനീകാന്തും കമലഹാസനും ഒന്നിക്കാൻ പോകുന്നു, ഇന്ത്യൻ സിനിമയുടെ മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ വാർത്തകളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനത് ഫോളോ ചെയ്ത് പോയതല്ല, ഫീഡിലൊക്കെ കയറി വന്നതാണ്. അങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് അതിൻ്റെ ടീസർ ഞാൻ 10-30 വട്ടം കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓളം നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഫാൻസുകാർ പ്രതീക്ഷിച്ച പോലെ ഇറ്റ്സ് എ ക്ലാസിക് എക്സലൻസായി മാറി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ന്യൂനതയായിട്ട് പല ആൾക്കാരും പറയുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനുള്ളത്, വാഴ എന്ന് പറയുന്ന സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയല്ലോ, അവരല്ല യഥാർത്ഥ വാഴകൾ. ഈ സിനിമ എടുത്തവന്മാരാണ് യഥാർത്ഥ വാഴകൾ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പം നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലാവർക്കും എല്ലാം വളരെ എളുപ്പം
ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് സോഷ്യൽ മീഡിയയിൽ ഒരു റീലാക്കി ഇട്ടാൽ മതി. ആ കഴിവ് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കഴിവാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് കയറിപ്പോവും. വളരെ 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 പെട്ടെന്ന് നിങ്ങൾ കയറിപ്പോവും. അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. പണ്ടത്തെ പോലെ ഈ ഡയറക്ടർമാരുടെ തിണ്ണനിരങ്ങാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ കൈയും കൂപ്പി തലയും ചൊറിഞ്ഞ് ഡയറക്ടർ ഒന്ന് വെളിയിൽ ഇറങ്ങുന്നത് കാത്തിങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് റീൽസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് പോലെയുണ്ട്. ഇവിടെയുള്ള സിനിമാക്കാരന്മാരുണ്ടാക്കുന്നതിനെക്കാട്ടിൽ റവന്യൂ ഇവിടെയുള്ള കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വാഴ എന്ന് പറയുന്ന സിനിമ അതൊരു അത്ഭുതം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാനത് തിയേറ്ററിൽ പോയിക്കൊണ്ടൊരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ആ സിനിമ. അതിഭീകരമായിട്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ആ വാഴ എന്ന് പറയുന്ന സിനിമ. ഇമോഷൻ്റെ ഒരു അതിപ്രസരമുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയ ആ സിനിമ വളരെ രസകരമായിരുന്നു. ഹാഷിറിൻ്റെയും ടീമിൻ്റെയും എല്ലാം പ്രകടനം എല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ അവിടെ കണ്ട ഒരു കാര്യം മലയാള സിനിമയുടെ ഒരു ഭാവിയാണ്. അതായത് മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, ഹംബു ഹിംബു ഹംബു മറ്റവൻ മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ട് ഇവിടെ തിരുവനന്തപുരം വർക്കല കിടക്കുന്ന കുറച്ച് പിള്ളേരെ പിടിച്ച് നല്ല ബുദ്ധിയുള്ളൊരു ഡയറക്ടറും നല്ല എഴുതാൻ കഴിവുള്ളൊരു തിരക്കഥാകൃത്തും കൂടെ വളരെ ചിലവ് കുറച്ച് 1 കോടി ആയിട്ടുണ്ടോ എന്തോ ആ പടത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ചിലവ് കുറച്ച്, അതായത് ഇവർക്ക് ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതായത് പുതിയതായിട്ട് വരുന്ന കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് അവർക്ക് സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ചിരകാല അഭിലാഷം എന്ന് പറയുന്നത്. പൈസ ഇല്ലാതെ വേണമെങ്കിൽ അഭിനയിച്ചോളാം എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കും. ഇനി അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും വളരെ തുച്ഛമായ തുകയ്ക്ക് ഒരു പടം എടുത്ത് ആ പടം ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് വന്ന രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഇതുപോലെ എത്ര സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മലയാള സിനിമയുടെ ഭാവി എന്ന് പറയുന്നത്. ഇത് മാത്രമാണ് മലയാള സിനിമയുടെ ഭാവി. ഇനി ഇങ്ങനെയുള്ള സിനിമകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറഞ്ഞ് 150 കോടിയൊന്നും മുടക്കി പടം എടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതാണ് ഇന്നത്തെ കാലം. ഇന്ന് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ട്, അറിയാമോ? അതും റീലായിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ന പോലെ തന്നെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത്, കടുവ ചാടി മടിയിലിരിക്കുന്നത്, പട്ടി ഡാൻസ് കളിക്കുന്നത്, ഇതൊക്കെ എന്തൊരു ഒറിജിനാലിറ്റിയാണ്. ഈ ഒറിജിനാലിറ്റി ഉള്ള ഈ പിള്ളേർ ചെയ്തിറങ്ങുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഒറിജിനലായിട്ടുള്ള വീഡിയോസ് ഇത്ര ഒറിജിനാലിറ്റിയിൽ ഇറങ്ങുന്ന ഈ സമയത്താണ് 150 കോടി മുടക്കി മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞാൻ ഈ പണി അറിയാവുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പണി അറിയാവുന്നവർക്ക് ഇതൊക്കെ ജുജുബിയായിട്ട് ചെയ്യാൻ പറ്റും. പണി അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ശങ്കർ അണ്ണ ഉണ്ടല്ലോ, ശങ്കർ അത് തന്നെ നമ്മുടെ അന്യനെടുത്ത എന്തിനൊക്കെ എടുത്ത അണ്ണൻ എന്തുകൊണ്ടാണ് കയറിപ്പോയതെന്ന് നിങ്ങൾക്കറിയാമോ? ശങ്കർ അണ്ണൻ കയറിപ്പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അണ്ണൻ്റെ സിനിമയോ ആ സിനിമയിലെ കഥയിലെ അഭിനയം അങ്ങനെയൊന്നുമല്ല. അണ്ണൻ്റെ സിനിമ കയറിപ്പോകാനുള്ള കാരണം ബഡ്ജറ്റാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ അണ്ണ സെറ്റിട്ട് വയ്ക്കും. അതാണ് അണ്ണൻ ഇപ്പോൾ ഒരു പാട്ട് ഏല 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 ഏലമ്മ ഇങ്ങനെ ഒരു പാട്ട് വരികയാണെങ്കിൽ അണ്ണൻ പറയും ഈ ഒരു ഏല നമുക്ക് പാരീസിൽ നിന്ന് എടുക്കാം, വേറൊരു ഏല നമുക്ക് ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ആ കൈയില്ലേ, ആ കൈയുടെ മണ്ടയിൽ നിന്ന് എടുക്കാം, വേറൊരു ഏല സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ കാണാൻ പറയും. ഇത് കാണാനാണ് ആൾക്കാർ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ശങ്കർ ഡൗൺ ആയി. എന്തുകൊണ്ടാണ്? ഇത് ആൾക്കാർക്ക് കാണണ്ട, സോഷ്യൽ മീഡിയ സജീവമായി. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു മടുത്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ട് അവിടെ ഇവിടെയൊന്നും പോകണ്ട, AI ഉപയോഗിച്ചും ഗ്രീൻ സ്ക്രീൻ വഴിയൊക്കെ ഇത് ഒരു റൂമിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. അപ്പോഴാണ് അണ്ണ ഇവിടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടം എടുത്തിട്ട് അതിനകത്ത് വീണ്ടും അണ്ണൻ്റെ പഴയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. റോഡെല്ലാം പച്ച പെയിൻറ്റ്, മഞ്ഞ പെയിൻറ്റ്, നീല പെയിൻറ്റ്, 1000 ബലൂണ് പറത്തുന്നു, 100 ഹെലികോപ്റ്റർ വരുന്നു. ഇതൊക്കെ ആർക്ക് കാണണം? ഇപ്പം ആർക്കും കാണണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, കാലം മാറി കഥ മാറി. പണി അറിയാവുന്നുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലും വെട്ടിച്ചുകൊണ്ടാണ് വാഴ എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള മൊട്ട പിടിച്ച സിനിമാ പ്രവർത്തകരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നിൻ്റെയൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇനി ഇവിടെയുള്ള പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സിനിമാ മോഹികൾക്കും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു യൂട്യൂബ് സീരീസ് തുടങ്ങി യൂട്യൂബിൽ ഇട്ടാൽ മതി, അതങ്ങ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവൻ താരമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പല നടന്മാരും പല രീതികളിൽ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ മുഖം ഇവിടെ ഓരോ ദിവസവും ജനങ്ങളുടെ ഉള്ളിലൂടെ കടന്നിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത്രയൊന്നും ഇവിടെയുള്ള വലിയ മലയാള സൂപ്പർ സ്റ്റാറുകളുടെ മുഖം പോലും ഈ ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ട് എന്നെനിക്ക് ബേസിക്കലി തോന്നുന്നില്ല. ഇനി മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. ഈ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് ഭയങ്കര തള്ളിക്കയറ്റം ഉണ്ടാവും, അതിഭീകരമായിട്ടുള്ള തള്ളിക്കയറ്റം ഉണ്ടാവും. ഒരുപക്ഷെ എമ്പുരാനെക്കാട്ടിലും വലിയ ഹൈപ്പും കാണും. കാരണം അതൊരു സ്വീക്കലിൻ്റെ
മൂന്നാമത്തെ ഭാഗമാണ്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എന്തായിരുന്നാലും അതിൽ ഈ നമ്മുടെ ജീത്തു ജോസഫിൽ നമുക്ക് വിശ്വാസമുണ്ട്. ജീത്തു ജോസഫ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. എന്തായാലും ദൃശ്യം 3യുടെ ടീസർ പുറത്തു വന്നപ്പോൾ ഇനിയെങ്കിലും ഈ സീരിയലൊന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അതിന് വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതും ജീത്തു ജോസഫ് ബ്രില്യൻസ് ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പുറത്ത് വിട്ടിട്ടില്ല. പഴയ 2 സിനിമയുടെ കുറേ ഫുട്ടേജും പിന്നെ മോഹൻലാൽ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷ്വൽ മതി. അത്രയും മാത്രം മതി. ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് ജീത്തു ജോസഫ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അത് ഇൻഡസ്ട്രി ഹിറ്റ് ആകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ബിക്കോസ് വി ബിലീവ് ഇൻ ലാലേട്ടൻ. അപ്പോൾ ശരി.